നമസ്കാരം. ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 27 നക്ഷത്രങ്ങളിൽ 23ാമത്തെ നക്ഷത്രമായ അവിട്ടത്തെക്കുറിച്ചാണ്. രാശിചക്രത്തിലെ മകരം രാശിയിലും കുംഭം രാശിയിലുമായി ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നു. ചൊവ്വയാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. അഷ്ടവസുക്കളാണ് ഇതിന്റെ ദേവതകൾ. ദ്രം ആണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം. അവിട്ടം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ അവിട്ടം നക്ഷത്രം അവിട്ടാലേ തീരൂ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അതായത് എടുത്ത കാര്യം പൂർത്തിയാക്കാതെ ഇവർ അടങ്ങില്ല എന്നാണതിനർത്ഥം. അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവസവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഇവർ വളരെയധികം ബുദ്ധിശക്തിയുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കും. ധനസമൃദ്ധിയും ഉദാരമനസ്കതയും ഇവരുടെ പ്രത്യേകതയാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവും ആത്മീയതയോടുള്ള താൽപ്പര്യവും ഇവർക്കുണ്ടാകും. എന്നാൽ ചില ദോഷകരമായ സ്വഭാവങ്ങളും ഇവർക്കുണ്ട്. ഇവർക്ക് അല്പം സ്വാർത്ഥതയും പ്രതികാരബുദ്ധിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടിച്ചുകയറുന്ന സ്വഭാവവും ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് പണം സമ്പാദിക്കാനുള്ള തിടുക്കവും ഇവർ കാണിച്ചേക്കാം. കഠിനമായ സ്വഭാവവും നന്ദിയില്ലായ്മയും ചിലപ്പോൾ ഇവരിൽ കണ്ടുവരാറുണ്ട്. ആരോഗ്യപരമായി നോക്കിയാൽ അവിട്ടം 1ഉം 2ഉം പാദങ്ങളിൽ ജനിച്ചവർക്ക് കാലിലെ പരിക്കുകൾ, എക്കിട്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്ക് ഹൃദയസംബന്ധമായ അസ്വസ്ഥതകൾ, രക്തസമ്മർദ്ദം, വെരിക്കോസ് വെയിൻ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഇവയ്ക്കുള്ള പരിഹാരമായി ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദോഷമനത്തിനായി ബുധശാന്തി ഹോമവും ശനിശാന്തി ഹോമവും നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ചൊവ്വയുടെയും ശനിയുടെയും മന്ത്രങ്ങൾ നിത്യവും കേൾക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓം വസുഭ്യോ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും അത്യുത്തമമാണ്. കുടുംബജീവിതം നോക്കുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമൃദ്ധിയുണ്ടാകും. ഇവർ കുടുംബകാര്യങ്ങളിൽ വലിയ താൽപ്പര്യം കാണിക്കുന്നവരാണ്. എങ്കിലും സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില വിഷമതകൾ നേരിടാൻ സാധ്യതയുണ്ട്. പങ്കാളിയോട് ആത്മാർത്ഥത പുലർത്തുമെങ്കിലും ഇവരുടെ കർക്കശമായ സ്വഭാവം ഇടയ്ക്കിടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അവിട്ടം നക്ഷത്രക്കാരുടെ വൃക്ഷം വന്നിയാണ്. നക്ഷത്രമൃഗം മനുഷ്യനാണ്, പക്ഷി മയിലാണ്. ചൊവ്വയുടെ രത്നമായ പവിഴം ആണ് ഇവർക്ക് അനുയോജ്യം. ചുവപ്പ്, കറുപ്പ്, കടുംനീല എന്നിവയാണ് അനുകൂലമായ നിറങ്ങൾ. സൈന്യം, പോലീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ രംഗം, വൈദ്യുതി വകുപ്പ്, IT എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ. ഡയാന രാജകുമാരി, ജയപ്രദ, സൽമാൻ ഖാൻ, സുനിൽ ദത്ത് എന്നിവർ ഈ നക്ഷത്രത്തിന്റെ പ്രതിഭയ്ക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം.